സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസും ഇപ്പൊ അശ്വത് പോക്കിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടയിൽ ഇറങ്ങിയ സമയത്ത് താങ്കളെ വിമർശിച്ചുകൊണ്ട് തങ്ങളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ട് ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യാം, ആക്ച്വലി ചെയ്യാം. അത് മാത്രമല്ല, പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിൽ, ഇപ്പോൾ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടുപിടിക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയുക, പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡിഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരെ യാത്ര ചെയ്തെത്താൻ പറ്റില്ലല്ലോ. ആളുകൾ എന്തു പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല, നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ, ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ട് വന്നെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ബസൂക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ബുദ്ധിമാനാണ്, ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ സംഭവം പറയാം. ശരിക്കും സിനിമ കണ്ടവർക്ക് അറിയാം എന്തുകൊണ്ടാണ് സത്യമായിട്ട് കഥാപാത്രത്തിനോട് നമുക്ക് അങ്ങനെ ആ ഒരു കഥ മനസ്സിലാവും. പക്ഷേ ഈ അശ്വന്തുക്കിന്റെ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല, ആരോ പുള്ളിക്ക് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുപോകാനാണ് സാധ്യത. അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോർഷൻ മനസ്സിലായത് മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല. കാരണം അത്രയും ഒരു മുതിർന്ന ഒരാൾക്ക് കണക്ട് ആയി എന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. ഏകദേശം ആ 4.29 സെക്കൻഡ് ആ വരുന്ന ഞാൻ പ്രത്യേകിച്ച് പിന്നെ റിപ്പീറ്റ് ഞാൻ കേട്ട പഠിപ്പാണെന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പോഴും ഇതിനകത്ത് പറയുന്നത് വേറൊരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്യാരക്ടറിനോട് മമ്മൂക്ക ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? പുള്ളി മൈന്യൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി കഥ പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത്. എന്നാലേ അത് വർക്കാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട്. അതെനിക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സിനിമയാവണം. ഇല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ. സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇല്ല ഞാൻ ഈ കാര്യത്തിനല്ല, ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റായിട്ട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാരണത്തിന് പുള്ളി അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മര്യാദയ്ക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും അതിന് കാരണമുണ്ട്. അത് ഞാൻ കേട്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്തോ ബ്രോ 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 എന്ന് വിളിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അതിൽ അരോചകം തോന്നിയില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ്, ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ്. എൻ്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും. അയാൾ ബ്രോ എന്ന് വിളിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും, വെറുതെ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലൗഡായിട്ട് പാട്ട് കേൾക്കും, ഫോൺ കോൾ ചെയ്യും. അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല. ഈ സണ്ണി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ അതങ്ങനെ ചെയ്തത്. എന്താ പറയുക, സിനിമ ഇതിങ്ങനെ ചെയ്തത് നമ്മൾ വെറുതെ ചെയ്യണതല്ല. ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ ഈ സിനിമയിൽ അത് ലാൻഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെയും വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ്. ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ. അപ്പം അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ. ആക്ച്വലി ഇപ്പോൾ
അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അങ്ങനെ 2-3 തകടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ ഇപ്പൊ മണ്ടന്മാരല്ലോ. കാരണം ഇത്രയും പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകുക. അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നുണ്ട്, എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മളൊരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയും, ഒരു മനുഷ്യന്റെ വാല്യൂ. ഇപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുന്നു പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയുള്ളൂ. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ട അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ബാക്കി നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കില്ല. ചേട്ടാ, ഈ പറഞ്ഞ കലൂർ ടെന്നീസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒത്തിരി സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു.